തൃശ്ശൂർ പൂരത്തിന് സമാന്തര പ്രദർശനം പ്രഖ്യാപിച്ച കൊച്ചിൻ ദേവസ്വം ബോർഡ് അസാധാരണമായൊരു നീക്കമാണിത്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ പൂരപ്രദർശനത്തിന് സമാന്തരമായിട്ടാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പൂരപ്രദർശനത്തിന് ഇറങ്ങിയിരിക്കുന്നത്. നിലവിൽ തൃശ്ശൂർ പൂരം നടത്തിപ്പുള്ള വരുമാനം ഇവർ കണ്ടെത്തുന്നത് ഈ പൂരം പ്രദർശനത്തിലൂടെയാണ്. ഇതിന് പാരയായിട്ടാണ് ഇപ്പോൾ മറ്റേ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ പൂരം വന്നിരിക്കുന്നത്. പൂരത്തോട് പൂരം. സൂരജ് സജി നമുക്കൊപ്പം ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഇത് കേട്ടുകേഴ്വിയില്ലാത്ത ഒരു മത്സരമാണല്ലോ. എന്താണ് ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ പൊളിറ്റിക്സ്? എസ്കെൻ, കഴിഞ്ഞ പൂരക്കാലത്ത് ഈ തർക്കങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചത് ഈ പൂരപ്രദർശനം സംബന്ധിച്ച വാടകയായിരുന്നു. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിലാണ് എല്ലാ സമയത്തും ഈ പൂരപ്രദർശനം സംഘടിപ്പിക്കുന്നത്. അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പൂരത്തിന്റെ സംഘാടനം അടക്കം നടക്കുന്നത്. അതിനിടയിലാണ് എസ്കെൻ ഇക്കുറി കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയൊക്കെ ഇടപെട്ടാണ് ഈ തർക്കമെല്ലാം ഒരു താൽക്കാലിക പരിഹാരം കണ്ടത്. ഇതിന്റെ തറവാടക സംബന്ധിച്ചുള്ള തർക്കങ്ങൾക്ക് ഇന്നും പരിഹാരമായിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് തന്നെ സമാന്തര പൂരപ്രദർശനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ടെൻഡർ നടപടികളുമായി കൊച്ചിൻ ദേവസ്വം ബോർഡ് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ പുതിയ തർക്കങ്ങൾക്ക് ഇടയാക്കുന്നത്. എസ്കെൻ, ഇത് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജനുവരി ആദ്യത്തോടു കൂടി നിലവിലെ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാലാവധി കഴിഞ്ഞു. ഇതിലുണ്ടായിരുന്ന മറ്റംഗങ്ങളുടെ കാലാവധിയും ഈ ഫെബ്രുവരിയിൽ തന്നെ അവസാനിച്ചു. ഈ കാലാവധി അവസാനിക്കുന്നതിന് തൊട്ട് മുൻപാണ്, അതായത് 21-നാണ് ഈ സമാന്തര പ്രദർശനത്തിനുള്ള ടെൻഡർ വിളിച്ചിരിക്കുന്നത്. 23-ന് ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളായ MP മുരളീധരൻ, പ്രേമരാജ് ചൂണ്ടലത്ത് എന്നിവരുടെ കാലാവധി കഴിയുകയും ചെയ്തു. ഇവർ ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ് ഇത്തരത്തിലൊരു ടെൻഡർ വിളിച്ചു. മാർച്ച് 1-ന് ഈ ടെൻഡർ സമർപ്പിക്കുന്നതിനുള്ള കാലാവധി കഴിയുകയും ചെയ്തു. സ്വാഭാവികമായും പുതിയ ദേവസ്വം ബോർഡ് എത്തുമ്പോൾ വലിയ തർക്കങ്ങളിലേക്ക് വഴിതെളിക്കുന്ന ഒരു ഉത്തരവാണ് ഈ പഴയ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുവരെയും തൃശ്ശൂർ പൂരത്തിന്റെ ചരിത്രത്തിൽ ഇത്തരത്തിൽ ഈ സമാന്തര പൂരപ്രദർശനം സംഘടിപ്പിച്ചിട്ടില്ല. സ്വാഭാവികമായും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന അവർക്ക് ഈ പൂരപ്രദർശനത്തിലൂടെ ലഭിക്കുന്ന വരുമാനം, അതാണ് തൃശ്ശൂർ പൂരത്തിന് ഉപയോഗിക്കുന്നത്. ആ വരുമാനത്തിലടക്കം വലിയ ഇടിവുണ്ടാകുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഈ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതെന്നാണ് ഈ ദേവസ്വങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. കടുത്ത പ്രതിഷേധം തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. സ്കേറ്റ്.